السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ് അതിൻ്റെ ഷറഹ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് ദർസ് നമ്പർ 25. ഷെയ്ഖ് അവർ കിതാബ് തൗഹീദിൽ പറയുന്ന ഭാഗം ബാബ് ഫദ്ലി തൗഹീദി വമാ യുകഫിറു ദുനൂബ, ആ ബാബാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലടുത്തത് അൻ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة على ما كان من العمل أخرجاه. ولهما في حديث عتبان فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. എന്താണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ഷഹിദ, ആരൊരുത്തൻ സാക്ഷ്യം വഹിച്ചുവോ, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ആരാധനക്കർഹനായി മറ്റാരും ഇല്ലെന്നും, വഹ്ദഹു, അവൻ ഏകനാണെന്നും, ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനും ഇല്ലെന്നും, വ അന്ന മുഹമ്മദൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു, അവൻ്റെ ദാസൻ അബ്ദ് ആണെന്നും, വ റസൂലുഹു, അവൻ്റെ റസൂൽ, അവൻ്റെ ദൂതൻ ആണെന്നും, വ അന്ന ഈസ, നിശ്ചയം ഈസ അലൈഹിസ്സലാം, അബ്ദുല്ലാഹി, അള്ളാഹുവിൻ്റെ ദാസനാണെന്നും, വ റസൂലുഹു, അവൻ്റെ ദൂതനാണെന്നും, വ കലിമത്തുഹു, അവൻ്റെ വചനം ആണെന്നും, അൽഖാഹ, അവൻ അതിനെ നിക്ഷേപിച്ചു, ഇലാ മറിയമ, മറിയമിലേക്ക്, അതായത് അള്ളാഹുവിൻ്റെ കുൻ എന്ന വചനത്താൽ ഉണ്ടായ ഈസ അലൈഹിസ്സലാം, വ റൂഹും മിൻഹു, അവനിൽ നിന്നുള്ള റൂഹും ആണെന്നും, റൂഹ് അള്ളാഹുവിൻ്റെ ദിവ്യത്വം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അംശം ഈസാ അലൈഹി ഇസ്ലാമിൽ ഉണ്ട് എന്ന നിരക്കല്ല. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജനനം പ്രത്യേക രൂപത്തിലായിരുന്നല്ലോ. അപ്പോൾ പിതാവ് ഇല്ലാതെയാണ് ഈസാ അലൈഹി ഇസ്ലാം ജനിച്ചത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമാക്കി പറയുന്നത്. വൽ ജന്നതു ഹഖുൻ, സ്വർഗം സത്യമാണെന്നും, വന്നാറു ഹഖുൻ, നരകം സത്യമാണെന്നും. ഇങ്ങനെ ഒരാൾ സത്യസാക്ഷ്യം വഹിച്ചാൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق. ഇത്രയും കാര്യങ്ങൾ ഒരാൾ സത്യസാക്ഷ്യം വഹിച്ചാൽ അദ്ഖലഹു അല്ലാഹു, അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും, അൽ ജന്നത, സ്വർഗത്തിൽ, അലാ മാ കാന മിനൽ അമൽ, അവന് എന്താണോ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ എങ്ങനെയാണോ അപ്രകാരം, അതിൽ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരാൾക്ക് സൽക്കർമ്മങ്ങൾ കുറവ്, ദുഷ്കർമ്മങ്ങൾ ചീത്ത കർമ്മങ്ങൾ കൂടുതലുമാണെങ്കിൽ ഒരു പക്ഷേ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ട ശേഷമായിരിക്കും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. എന്നിരുന്നാലും തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തിക്ക് അവൻ ശിർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ സ്വർഗപ്രവേശനം സാധ്യമായിരിക്കും. അഖ്റജാഹു, ഇത് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിനും വന്നിട്ടുള്ളതാണ് എന്ന് ഈ ഹദീസ്. വലഹുമാ ഫി ഹദീസ് ഉത്ബാൻ, ഈ ഉത്ബാൻ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ഫഇന്ന അല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല, ഹറമ അലൻ നാരി, നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനെ, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉൾക്കൊണ്ട വ്യക്തി, അയാൾ ആത്യന്തികമായിട്ട് അവസാനമെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, നരകത്തിൽ ശാശ്വതമായ ശിക്ഷ അവനുണ്ടാവുകയില്ല എന്നതാണ്. ഇനി
ഷറഹിൽ പറയുന്നു, ശ്രദ്ധിക്കാം. ഇആനത്തുൽ മുസ്തഫീദിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ അവർ ഈ ഭാഗത്തിൻ്റെ ഷറഹ് പറയുന്നു. ഖൗലുഹു, ഷെയ്ഖിൻ്റെ വചനം, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ഷെയ്ഖ് ഉദ്ധരിച്ച ആ ഹദീസിലെ വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ ആരെടുത്തൻ സാക്ഷ്യം വഹിക്കുന്നുവോ, സത്യസാക്ഷ്യം വഹിക്കുന്നുവോ, യാനി ഉദ്ദേശിക്കുന്നത് നതഖ ബിശ്ശഹാദതി ആരിഫൻ ലിമഅനഹാ ആമിലൻ ബിമുഖ്തദാഹാ മൂഖിനൻ ബിഹാ لأنه لا يكفي التلفظ بالشهادة من غير معرفة لمعناها كذلك النطق بالشهادة مع معرفة بمعناها لكن لا يعمل بمقتضاها هذا أيضا لا يكفي. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നതഖ ബിശ്ശഹാദത്തി, ഷഹാദത്ത് കലിമ അവൻ ഉച്ചരിക്കുക എന്നതാണ്, നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നതാണ്. നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്നവൻ, ഇനിയിപ്പോൾ ഒരാൾ പൊട്ടനാണ്, സംസാരിക്കാൻ പറ്റില്ല എങ്കിൽ അയാൾ നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്നില്ല, ആൾക്ക് കഴിയില്ലല്ലോ. ആരിഫല്ലി മഅനഹ, ഉച്ചരിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ആശയം അയാൾ അറിഞ്ഞുകൊണ്ട്, എന്താണ് അതിൻ്റെ ആശയമെന്ന് അയാൾക്കറിയണം. ആമിലൻ ബിമുഖ്തദാഹ, അതിൻ്റെ തേട്ടത്തിനനുസരിച്ച്, അതെന്താണോ തേടപ്പെടുന്നത്, അതിൻ്റെ തേട്ടം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടും, കർമ്മങ്ങൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുസരിച്ചായിരിക്കണം. മൂഖിനൻ ബിഹ, അതിൽ ദൃഢബോധ്യത്തോടു കൂടി, ദൃഢമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയും. ലിഅന്നഹു, അങ്ങനെ ആരൊരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യപ്പെടുത്തിയോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവൻ, അവനാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞത്. ലിഅന്നഹു, കാരണം ലാ യക്ഫി അത്തലഫ്ഫുദു ബിശ്ശഹാദത്തി, ഷഹാദത്ത് ഉച്ചരിച്ചാൽ മാത്രം പോരാ, മിൻ ഗൈരി മഅരിഫത്തിൻ ലിമഅനാഹാ, അതിൻ്റെ ആശയം അറിയാതെ ഷഹാദത്ത് വെറുതെ ഉച്ചരിച്ചു, അതുപോരാ. കദാലിക നുത്ഖു ബിശ്ശഹാദത്തി മഅരിഫത്തി ബിമഅനാഹാ, ഇനി അപ്രകാരം തന്നെയാണ് ആശയം അറിഞ്ഞുകൊണ്ട് തന്നെ ഷഹാദത്ത് ഉച്ചരിക്കുന്നു. ലാക്കിൻ, പക്ഷേ ലാ യഅമലു ബിമുഖ്തദാഹ, അതിൻ്റെ തേട്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തനം മുശ്രിക്കിൻ്റെ പ്രവർത്തനം എങ്കിൽ പിന്നെ അതുകൊണ്ട് രക്ഷയില്ല. ഹാദാ അയ്ളൻ ലാ യക്ഫി, ഇതും പോരാ. ബൽ ലാ ബുദ്ദ മിനൻ നുത്ഖി വൽ ഇൽമി വൽ അമലി ബിമുഖ്തദാ ഹാദിഹിൽ കലിമത്തിൽ അദീമ. അപ്പോൾ ബൽ ലാ ബുദ്ദ, പക്ഷേ അത്യാവശ്യമാണ് എന്ത്, മിനൻ നുത്ഖി, നുത്ഖ് ഷഹാദത്ത് കലിമ ഉച്ചരിക്കണം, ഇൽമ് അത് സംബന്ധിച്ച് അറിയണം, അതേപോലെ അതിൻ്റെ ആശയമനുസരിച്ചുള്ള പ്രവർത്തനം വേണം ഈ മഹത്തായ കലിമത്തിൻ്റെ. ഫലൈസത്ത് ഹിയ മുജറദു ലഫ്ളിൻ യുറദ്ദദു അലൽ ലിസാനി മിൻ ഗൈരി ഫഹ്മിൻ ലിമഅനഹ, മഅന ആശയം ഫഹ്മ് മനസ്സിലാക്കാതെ നാവ് കൊണ്ട് ഇങ്ങനെ തർദീദ് ചെയ്യുക, ആവർത്തിക്കുക, അതിങ്ങനെ ഉച്ചരിക്കുക, വെറുതെ ഇങ്ങനെ ഉച്ചരിക്കുക, വെറും ഉച്ചാരണം അല്ല ഉദ്ദേശിക്കുന്നത്. വലാ യക്ഫിൽ ഇൽമു ബിമഅനഹ, അതിൻ്റെ ആശയം ഇങ്ങനെ അറിഞ്ഞാലും പോരാ. ബല്ലാബുദ്ധമിനൽ ആമലി ബിമുഖ്തദാഹ, ആ ഷഹാദത്ത് കലിമ അനുസരിച്ചുള്ള പ്രവർത്തനം ആയിരിക്കണം, കർമ്മമായിരിക്കണം അവൻ്റേത്, അത് നിർബന്ധ. ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന് മാത്രം തനിച്ചാക്കുക, ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആർക്കും അർപ്പിക്കാതിരിക്കണം. വയത്തുറുക്ക ഇബാദത്ത് മാസിവ, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തൊക്കെ ഉപേക്ഷിക്കണം, അതൊന്നും പാടില്ല. അപ്പോഴാണ് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞത്. ഹാദാ മഅന അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയം. ഫഇദാ ലം യൻതിഖ് ബിഹാ ഫഇന്നഹു ലാ യുഹ്കമു ബിഇസ്ലാമി, ഒരാൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ഇസ്ലാം വിധിക്കപ്പെടുന്നതല്ല. കാരണം അറിയാൻ പറ്റില്ലല്ലോ, ഒരാളെ ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഹുക്ം ചെയ്യാനും പറ്റില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ വിശ്വാസിയായിരിക്കാം. ലകിന്നഹു വലൗ കാന യഅരിഫുഹാ ബിഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ അറിയുമെങ്കിലും, വലൗ കാന യഅബ്ദുല്ലാഹ ഫി അഅമാലിഹി, അവൻ കർമ്മങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും, ലകിന്നഹു അബാ അൻ യൻതിഖ ബിശഹാദ, ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ അവൻ വിസമ്മതിച്ചു എങ്കിൽ, ഫഹദാ ലാ യുഅ്തബറു മുസ്ലിമൻ, ഇയാൾ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. കാരണം മുസ്ലിം സൊസൈറ്റി അയാൾ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. ഹത്താ യൻതിഖ ബിശഹാദ, ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നതുവരെ. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് തെളിവ്. ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരൊക്കെ കൊല്ലുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു യുദ്ധം ഉണ്ടായാൽ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു ശത്രുപക്ഷത്തിൽ നിന്ന് ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹൃദയം പിന്നെ നോക്കണ്ട, അയാളെ പിന്നെ എന്താണ്, അയാൾക്ക് അമ്നുണ്ട്, നിർഭയത്വമുണ്ട് എന്നതാണ്. അയാളുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണല്ലേ, അത് അള്ളാഹുവിൻ്റെ അടുക്കത്തെ കാര്യമാണ്. ഖൽബ് നമുക്കറിയാൻ പറ്റില്ല എന്നതാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും. അപ്പോൾ പ്രതിരോധ ആവശ്യാർത്ഥം, ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചിട്ടുണ്ട്.
വകദാലിക മൻ നതഖ ബിഹാ ബിലിസാനിഹി, അപ്രകാരം തന്നെ ഒരാൾ നാവ് കൊണ്ട് ഉച്ചരിച്ചു, വലാകിന്നഹു ലാ യഅ്തഖിദുഹാ ഫി ഖൽബി, പക്ഷേ അയാളുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുന്നില്ല. ഹാദാ അയ്ളൻ ലൈസ ബിമുസ്ലിം, അയാളും മുസ്ലിം അല്ല. ബൽ ഹുവ മുനാഫിഖുൻ, പക്ഷേ അയാൾ എന്താണ്? മുനാഫിഖാണ്. ഫൽ മുനാഫിഖൂന യഖൂലൂൻ, അപ്പോൾ മുനാഫിഖുകൾ കപടവിശ്വാസികൾ അവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. അവർ കപടന്മാരാണെന്നുള്ളത് മറ്റു മുസ്ലിങ്ങൾക്ക് അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അറിഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. വഹും ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, അവർ നരകത്തിന്റെ താഴെ തട്ടിലാണ്. ലിമാദ, എന്തു കാരണം? ലിഅന്നഹും ലാ യഅ്തഖിദൂന മഅനാഹ, കാരണം അതിന്റെ ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അവർ വിശ്വസിക്കുന്നില്ല. വഉബാദുൽ ഖുബൂരിൽ യൗമ യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിഅൽസിനതിഹിം, അതേപോലെ ഖബർ പൂജകർ, കുബൂരികൾ, അവർ ഇന്നത്തെ കാലത്തെ കുബൂരികൾ, അവർ എന്ത് ചെയ്യുന്നു? അവരുടെ നാവുകൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നു. ലാകിന്നഹും ലാ യഅമലൂന ബിമുഖ്തവാ, പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടമനുസരിച്ച് അവർ ഇബാദത്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ബൽ യഅ്ബുദൂനൽ ഖുബൂറ വൽ അദ്രിഹത, പക്ഷേ അവർ ഖബറുകളെയും ദർഗകളെയും ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. വയദഊനൽ ഔലിയാ വസ്സാലിഹീൻ, അവർ ഔലിയാക്കളെയും ഔലിയാക്കളോടും സ്വാലിഹ്യങ്ങളോടും എന്ത് ചെയ്യുന്നു? ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് പേരിന് ഇസ്തിയാസ നിട്ടാലും സഹായതായിട്ട് നിട്ടാലും എന്താണെങ്കിലും അവർ എന്ത് ചെയ്യുന്നു? അവർക്ക് എന്തെങ്കിലും കശ്ഫുകൾ, ഒരു പ്രയാസങ്ങൾ, കർബുകൾ ഒക്കെ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഒക്കെ, മഷക്കത്ത് വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുന്നു? ഔലിയാക്കളെ കാക്കണേ, അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷേഖെ കാക്കണേ, നബിയെ കാക്കണേ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അത് അത് എന്താണ്? ആ കബറാളിയെ ഇബാദത്ത് ചെയ്യണം, അവരോട് പ്രാർത്ഥിക്കാവുന്നത്. ഫഹും അഖറൂ ബിഹാ ലഫ്ദൻ, അപ്പോൾ ഷഹാദത്ത് കലിമ വാക്കിൽ അവർ അംഗീകരിക്കുന്നുണ്ട്. വഖാലഫുഹാ മഅനൻ, എന്നാൽ ആശയത്തിൽ അവർ എതിരെ പ്രവർത്തിക്കുന്നു. ഫൽ മുശ്രികൂന ജഹദൂ ലഫ്ദഹാ മഅനഹാ, മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ എന്താണ് ചെയ്യുന്നത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുശ്രിക്കുകൾ എന്ത് ചെയ്തു? അതിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ലഫ്ള്, വാക്കും, അതേപോലെ അതിൻ്റെ മാന, ആശയവും രണ്ടും നിഷേധിച്ചു. വൽ ഖുബൂരിയൂന അഖറൂ ബിലഫ്ദിഹാ വജഹദൂ മഅനഹാ, എന്നാൽ ഖുബൂരികൾ എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഫ്ള് അംഗീകരിച്ചു, പദം അംഗീകരിച്ചു, പക്ഷേ അതിൻ്റെ ആശയം അവർ നിഷേധിച്ചു. ഹും സവാഉൻ ലാ ഫർഖ ബൈനഹും അബദാ, അവരൊക്കെ കണക്കാ, അവരുടെ ഇടയിൽ എന്തില്ല, എന്നേക്കും അതിൽ ഒരു വ്യത്യാസവും ഇല്ല. കദാലിക്കൽ മുനാഫിഖൂന തലഫദു ബിഹാ, അപ്രകാരം തന്നെ മുനാഫിഖുകൾ, കപടവിശ്വാസികൾ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു, കലിമ ഉച്ചരിച്ചു. ലക്കിന്നഹും ലാ യുഅ്മിനൂന ബിഹാ ഫീ ഖുലൂബിഹിം അയ്ദൻ, അപ്രകാരം തന്നെ അവരും എന്ത് ചെയ്യുന്നില്ല? അവരുടെ ഖൽബുകളിൽ അത് വിശ്വസിക്കുന്നില്ല. ഹും സവാഉൻ, അവരൊക്കെ സമമാണ്. ബൽ ഹും ശർറും മിനൽ കുഫാർ, മാത്രമല്ല അത്തരം കപടവിശ്വാസികൾ അവർ കാഫിരീങ്ങളെക്കാളും തിന്മയാണ്, ഷർറാണ്. അല്ലാഹു തആല പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നിശ്ചയം മുനാഫിഖുകൾ നരകത്തിൻ്റെ താഴെ തട്ടിലാണ്, ഏറ്റവും അടിയിലെ തട്ടിലാണ് എന്നതാണ്. വലൻ തജിദ ലഹും നസീറ, ലം തജിദ ലഹും നസീറ, അവർക്ക് നീ ഒരു സഹായിയെ കണ്ടെത്തുകയില്ല, അവർക്ക് സഹായിയെ കിട്ടൂല എന്ന്. വഹും യന്തിഖൂൻ, അവർ ഉച്ചരിക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വയഖൂലൂന, അവർ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ പറയുന്നു. വയസല്ലൂന, അവർ നിസ്കാരം സലാത്ത് നിർവഹിക്കുന്നു. വയസൂമുൻ, സൗം, അവർ നോമ്പ് അനുഷ്ഠിക്കുന്നു. ലാക്കിൻ ലമാ കാനൂ മുൻകിരീന ഫീ ഖുലൂബിഹിം ഗൈറ മുഅ്തറഫീന ബിഹാ ഫീ ഖുലൂബിഹിം വഇന്നമാ ഖാലൂഹാ ലിഅജ്ലി മസ്വാലിഹി ദുനിയവിയ്യത്തി ഫഖത്ത് സ്വാറൂ വൽ ഇയാദു ബില്ലാഹി ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. അപ്പോൾ ദുനിയവിയായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുനാഫിഖുകൾ എന്ത് ചെയ്തത്? വിശ്വാസം അഭിനയിച്ചത്. അവർ സത്യവിശ്വാസികളുടെ അടുത്ത് വരുമ്പോൾ വിശ്വാസം അഭിനയിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഉള്ളുകൊണ്ട് വിശ്വസിക്കുന്നില്ല. ഫൽ ഹാസുലു, അപ്പോൾ കരസ്ഥമാകുന്ന കാര്യം, അല്ലെങ്കിൽ മനസ്സിലാകുന്ന, വ്യക്തമാകുന്ന അതിൻ്റെ ചുരുക്കം, അൻഹ കലിമത്തുൻ അദീമ, കലിമ എന്നത് ഒരു മഹത്തായ വചനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാകിൻ ലാ ബുദ്ദ അൻ യതവഫറ, പക്ഷേ എന്താണ്? പൂർത്തീകരിക്കപ്പെടണം. എങ്ങനെയൊക്കെ? അവലൻ, ഒന്നാമതായി, അൻനുത്ഖു ബിഹാ, ഷഹാദത്ത് കലിമ പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം, ഉച്ചരിക്കണം. വസാനിയൻ, രണ്ടാമത്തത്, അൽ ഇൽമു ബിമഅനഹ, ഷഹാദത്ത് കലിമയുടെ ആശയം അറിയണം. ഇപ്പോൾ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുഹമ്മദ് നബി എന്ന ആശയം കൂടെ വരുന്ന രണ്ടാം കലിമ കൂടി ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നതൊക്കെ. മൂന്നാമത് അൽ അമലു ബി മുഖ്തദാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടമനുസരിച്ചുള്ള അമൽ, കർമ്മം പ്രവർത്തിക്കുക എന്നതാണ്. വമഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയം നഫ്യുൽ ഇബാദത്തി അമ്മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നതിനെ നിഷേധിക്കലാണ്. വ ഇസ്ബാതുഹാ ലില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് സ്ഥിരപ്പെടുത്തലാണ്. യാനി ഉദ്ദേശിക്കുന്നത് ഇബ്താലു ഇബാദത്തി കുല്ലി മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്തതിനെ എന്തിനേയും ഇബാദത്ത് ചെയ്യുന്നതിന് ബാത്തിൽ, അത് വ്യാജമാക്കലാണ്. വ ഇസ്ബാത്തുൽ ഇബാദത്തില്ലാഹ്, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം സ്ഥിരപ്പെടുത്തലുമാണ്. ഫഖൂലു ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്നത് ഹാദാ ഇബ്താലുൻ ലിജമീഇൽ മഅബൂദാത്തി മിൻ ദൂനില്ലാഹി അസ്സ വജൽ വ ഇൻകാറു ലഹ. അപ്പോൾ ഈ അല്ലാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ ആ മഅബൂദാത്ത് അവയൊക്കെ ഇബ്താൽ ചെയ്യലാണ്, വ്യാജമാക്കലാണ്, അവരെയൊക്കെ നിഷേധിക്കലാണ്, അത്തരം ഇബാദത്തുകളൊക്കെ നിഷേധിക്കലാണ്. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന് പറഞ്ഞത് ഹാദാ ഇസ്ബാത്തുൽ ഇബാദത്തില്ലാഹി സുബ്ഹാനഹു വ തആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിനെ സ്ഥിരപ്പെടുത്തലാണ്, കൺഫേം ചെയ്യലാണ്. ഫഅല ഹാദാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എന്താണ്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഔ ലാ മഅബൂദ ഹഖ്ഖൻ ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല, സത്യമായിട്ട് യഥാർത്ഥമായിട്ട് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്നതാണ്. അപ്പോൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ് എന്നതാണ്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഔ അമാ ലൗ ഖുൽത മഅനാഹാ ലാ മഅബൂദ ഇല്ലല്ലാഹ് നഖൂലു ഹാദാ ളലാലുൻ അദീം. ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എന്ന് പറഞ്ഞാൽ അത് വലിയ വഴികേടാണ്, അത് ശരിക്കുള്ള അർത്ഥമല്ല. കാരണം എന്താ? അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആരാധിക്കപ്പെടുന്നവൻ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സത്യത്തിൽ യഥാർത്ഥ ആരാധനയ്ക്ക് അർഹൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹൻ എന്നതാണ്. കാരണം എന്താ? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് അള്ളാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ട്, അതിനൊക്കെ അള്ളാഹ്ക്കൂലേ നമ്മൾ, അതിനൊക്കെ അള്ളാഹ്ക്കലാവും. എന്ത്? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരാധിക്കപ്പെടുന്ന പലതുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ, യഥാർത്ഥ ആരാധന അള്ളാഹുവിനുള്ള ആരാധന മാത്രമാണ് എന്നതാണ്. അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്താവും? ആരാധിക്കപ്പെടുന്നതൊക്കെ അള്ളാഹു ആണെന്ന് വരും. അപ്പം എന്താണ്? ബിംബങ്ങൾ, അദ്രിഹത്ത്, ദർഗകൾ, ദർഗകളിൽ കിടക്കുന്നവർ, നക്ഷത്രങ്ങൾ, അതേപോലെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹു ആണെന്ന് വരും. വഹാദ വലത്തുൻ, ഇത് തെറ്റാണ്. ഹുവ മദ്ഹബു അഹ്ലി വഹ്ദത്തുൽ വുജൂദ്, ഇതാണ് വഹ്ദത്തുൽ വുജൂദിൻ്റെ ആശയം. വഹ്ദത്തുൽ വുജൂദ് അദ്വൈത സിദ്ധാന്തക്കാരുടെ ആശയം ഇതാണ്. എന്താണ് അവർ പറയുന്നത്? എന്താണ്? അള്ളാഹ് റസൂൽ അല്ലെങ്കിൽ അള്ളാഹ് സൃഷ്ടാവ് രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ എന്നതാണ് വഹ്ദത്തുൽ വുജൂദ് ആശയം. എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ ഉണ്മയുണ്ട്, അള്ളാഹുവിൻ്റെ സത്തയുണ്ട് എന്നും, അപ്പോൾ എന്തിനെ ആരാധിച്ചാലും അതൊക്കെ അള്ളാഹുവിനുള്ള ഇബാദത്ത് മാത്രമാണ് എന്നതുമാണ് വഹ്ദത്തുൽ വുജൂദിൻ്റെ പിഴച്ച ആശയം. ഫലാ ബുദ്ദ അൻ തഅതി ബി കലിമത്തി ഹഖ്ഖിൻ, അപ്പോൾ ഹഖ് എന്നുള്ള കലിമത്ത് കൂടെ കൊണ്ടുവരൽ നിർബന്ധമാണ് അതിൻ്റെ ആശയമായിട്ട്. ലിഅന്നൽ മഅബൂദാത്ത് അലാ ഖിസ്മൈൻ, കാരണം ആരാധിക്കപ്പെടുന്നവർ രണ്ട് വിഭാഗം, മഅബൂദുൻ ബിഹഖ്ഖിൻ വ മഅബൂദുൻ ബിൽ ബാത്തിൽ, വ്യാജമായി ആരാധിക്കപ്പെടുന്നവരും സത്യമായി ആരാധിക്കപ്പെടുന്നവരും. അൽ മഅബൂദ് ബിഹഖ്ഖിൻ ഹുവ അല്ലാഹ്, സത്യമായി ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണ്. വൽ മഅബൂദ് ബിൽ ബാത്തിൽ ഹുവ മാ സിവല്ലാഹു മിൻ കുല്ലി മഅബൂദാത്ത്, അപ്പോൾ ബാക്കിയെല്ലാം അള്ളാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ മഅബൂദ് ബിൽ ബാത്തിലാണ്. അള്ളാഹു തആല പറഞ്ഞു ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. ذلك بأن الله نسيم الله هو الحق അവനാണ് സത്യം. وأن ما يدعون من دونه അവനല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്ന, ദുആ ചെയ്യപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ ഹുവൽ ബാത്തിൽ, അത് വ്യാജമാണ്.
വഅന്ന അല്ലാഹ നിശ്ചയം അല്ലാഹു ഹുവൽ അലിയുൽ കബീർ, അവൻ അത്യുന്നതനും വലിയവനുമാണ്. ഹദാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന. ഇനി വഹ്ദഹു വഖൗലു വഹ്ദഹു ലാ ശരീക ലഹു, ഹദീസിൽ പറഞ്ഞു വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരനില്ല. കലിമത്താനി ജീഅ ബിഹിമാ ലിത്തഅക്കീദ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു അല്ലാതെ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അത് സാക്ഷ്യം വഹിക്കാന്ന് പറഞ്ഞേ, അതിനെ ശക്തിപ്പെടുത്തുന്ന രണ്ട് കലിമത്തുകളാണ്, എന്ത് വചനങ്ങളാണ് വഹ്ദഹു ലാ ശരീക ലഹു. ഇത് വഹ്ദഹു അവൻ ഒരുവനാണ് എന്ന് പറഞ്ഞ തഅക്കീദുൻ ലിൽ ഇസ്ബാത്ത്, അത് ഇസ്ബാത്തിനെ കൺഫർമേഷനെ സ്ഥിരപ്പെടുത്തുകയാണ്. അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹൻ എന്നത്. ലാ ശരീക ലഹു അവനൊരു പങ്കുകാരനുമില്ല എന്നത് തഅക്കീദുൻ ലിൻ നഫി, നെഗേഷൻ അതിനെ സ്ഥിരപ്പെടുത്താണ്, നിഷേധത്തെ സ്ഥിരപ്പെടുത്താണ്. അള്ളാഹു അല്ലാതെ വേറെ ഒന്നും ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനില്ല, അതാണ് ലാ ശരീക ലഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവന് പങ്കുകാരനില്ല. ഫഹുമാ കലിമത്താനി മുഅക്കിദതാനി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ ശക്തിപ്പെടുത്തുന്ന സ്ട്രെസ് ചെയ്യുന്ന രണ്ട് വചനങ്ങളാണ് വഹ്ദഹു ലാ ശരീക ലഹു ലിമാ ഫിഹാ മിനൻ നഫി വൽ ഇസ്ബാത്ത്, അതിൽ നഫി നിഷേധവുമുണ്ട്, ഇസ്ബാത്ത് കൺഫർമേഷനുമുണ്ട്, സ്ഥിരപ്പെടുത്തലുമുണ്ട്. വഹാദിഹിൽ കലിമത്തു കലിമത്തുൻ അദീമ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു മഹത്തായ വചനമാണ്. ജഅഅത് ഫിൽ ഖുർആനി ബിലഫ്ദിഹാ വജഅഅത് ബിമഅനാഹാ, ഖുർആനിൽ ഇതിൻ്റെ ലഫ്ളും വന്നിട്ടുണ്ട്, അതിൻ്റെ ആശയവും വന്നിട്ടുണ്ട്. കമാ ഫി ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വചനത്തിലുള്ളതുപോലെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം നീ അറിയണം, അന്നഹു നിശ്ചയം കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല, ആരാധിക്കപ്പെടുന്ന ആരും യഥാർത്ഥത്തിലില്ല, അല്ലെങ്കിൽ ആരാധിക്കപ്പെടാൻ അർഹനായി യഥാർത്ഥത്തിൽ ആരുമില്ല. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ഇന്നഹും നിശ്ചയം അവർ സത്യനിഷേധികൾ, കാനൂ അവർ ആയിരുന്നു, അല്ലെങ്കിൽ അവരാകുന്നു, ഇങ്ങനെ ഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ഇലാഹില്ല എന്ന് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ അവർ അഹങ്കാരം നടിക്കുമായിരുന്നു എന്ന്. വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, വയഖൂലൂന അവർ പറയുമായിരുന്നു, അല്ലെങ്കിൽ പറയും, എന്ത് അഇന്നാ ലതാരികൂ ആലിഹതിനാ ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹുകളെ വർജിക്കണമെന്നാണോ, ലിശാഇരിൻ മജ്നൂൻ ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ ഷാഇറുൻ മജ്നൂൻ ഭ്രാന്തനായ കവി എന്ന്. വജാഅത് ബിമഅനാഹാ മിസ്ല ഖൗലിഹി തആല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അതേപോലെ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂന ഇല്ലല്ലദീ ഫതറനി. എന്താ വഇദ് ഖാല ഇബ്രാഹീം, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ലിഅബീഹി തൻ്റെ പിതാവിനോട്, അദ്ദേഹത്തിൻ്റെ പിതാവിനോട്, വഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയോടും, ഇന്നനി നിശ്ചയം ഞാൻ ബറാഉം മിമ്മാ തഅബുദൂൻ നിങ്ങൾ എന്തൊക്കെ ആരാധിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ മുക്തനാണ്, ഞാൻ അതിനൊന്നും ആരാധിക്കുന്നില്ല. അപ്പം നെഗേഷൻ നഫിയാണത്. ഇല്ലല്ലദീ ഫതറനി ഒഴികെ, ഇല്ലല്ലദീ ഒരുത്തനെ ഒഴികെ, ഫതറനി അവൻ എന്നെ സൃഷ്ടിച്ചു. അപ്പോൾ ഫഖൗലുഹു, അപ്പോൾ അവൻ്റെ വചനം ഇന്നനി ബറാഉൻ നിശ്ചയം ഞാൻ മുക്തനാണെന്ന് പറഞ്ഞില്ലേ, ഹാദാ ഹുവ മഅന നഫി ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ഇലാഹും ഇല്ല. ഇന്നനി ബറാ എന്നുള്ളതിൻ്റെ ആശയം അതാണ്. അത് ഇതിൻ്റെ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ലാ ഇലാഹ എന്നുള്ളതിൻ്റെ ആശയത്തിലാണ്. ഇല്ലല്ലദീ ഫതറനി എന്നെ പടച്ചവൻ ഒഴികെ, എന്നെ സൃഷ്ടിച്ചവൻ. ഹാദാ ഹുവ മഅനൽ ഇസ്ബാത്ത്, ഇത് ഇസ്ബാത്തിൻ്റെ മാനക്കുമാണ്. ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ, ഫഹിയ കലിമത്തുൻ അദീമ ഇത് മഹത്തായ വചനം ആണ് എന്ന്. ജസാക്കുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.